നല്ല ജോലി സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ? നല്ല സമ്പാദ്യമാണ്. നല്ല സമ്പാദ്യം ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമ്മൾ എന്താ പറയുക, കുടുംബത്തെ സംരക്ഷിക്കണം, നോക്കണമെന്നാണ്. കുടുംബത്തിൽ ഏറ്റവും പ്രധാനം എന്താ? അച്ഛനും അമ്മയും. പല അമ്മമാരും പറയാറുണ്ട് മക്കളോട്, പെൺമക്കളോട്, നാളെ നീയും ഒരമ്മയാവുമ്പോഴാണ് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് നീ മനസ്സിലാക്കുക. അച്ഛനും അത് തന്നെയാണ് പറയാ. അച്ഛൻ പറയാറില്ല, പക്ഷെ മൗനം കൊണ്ട് നമ്മൾ വിജിക്കുന്നു എന്നുള്ളതാണ്. എളുപ്പമായുള്ള വഴിയിൽ ചെല്ലുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭൂന്നാണ്. നമസ്കാരം. വീണ്ടും ഞാൻ ശ്യാം പ്രസാദ് തിരുമേനിയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അത് എൻ്റെ അടുത്ത് പേഴ്സണലി കുറച്ച് കോൾ വന്നിരുന്നു. എന്തുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ സ്പീച്ച് കൊണ്ടുവരുന്നില്ല എന്ന്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് കൂടെ മാനിച്ചാണ് ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയത്. ഒരു എന്താണ് മനോഹരമായ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കഴിഞ്ഞ ഇതിൽ നമ്മളുണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ പേഴ്സണലി വിളിച്ചിരുന്നു. അപ്പം താങ്കളുടെ ഈ സ്പിരിച്വൽ ജീവിതത്തെക്കുറിച്ച്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തേണ്ടത്, എന്താണ് സ്പിരിച്വാലിറ്റിയും നമ്മുടെ നോർമൽ ജീവിതവും, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? വളരെ സന്തോഷമുണ്ട് കേൾക്കുന്നതിൽ. കാരണം അറിയാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്നാണ് പറയാറ്. അപ്പോൾ ലൗകിക ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ കൊണ്ട് ജനിക്കുന്നു എന്ന് പറയുന്നു. ഇതം ശരീരം തു കൗന്ദേയ ക്ഷേത്രമിത്തി വിധീയത എന്ന് പറഞ്ഞ പോലെ തന്നെ ആയുർവേദം പറയുന്നു പ്രാരബ്ധം കൊണ്ടാണ് വീണ്ടും അടുത്ത ജന്മം ജനിക്കുന്നതെന്നാണ്. ആദിശങ്കരാചാര്യർ പറഞ്ഞു പുനരഭി മരണം പുനരഭി ജനനം എന്ന്. അപ്പോൾ ജനനവും മരണവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമുക്ക് സ്പിരിച്വാലിറ്റിയിലൂടെ മോക്ഷപ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം അത് ഭാഗവതത്തിലൂടെയാണെച്ചാലും രാമായണത്തിലൂടെയാണെച്ചാലും ഭഗവത്ഗീതയിലൂടെയാണെച്ചാലും നമുക്ക് എങ്ങനെ ജീവിക്കണം, എന്ത് ധർമ്മത്തെ നിലനിർത്തണം, അത് മറ്റുള്ളവർക്ക് അധാർമികമായി പെരുമാറുന്നതാണോ എന്നുകൂടി ചിന്തിക്കാനുള്ള ഒരു പ്രാരംഭഘട്ടമാണ് നാമജപവും നമ്മുടെ സംസ്കാരവും എന്നുള്ളത്. അതാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് ആദ്യത്തെ പടവ് എന്ന് പറയാനുള്ള. ഇതെ പലപ്പോഴും ഈ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ജനറേഷനിൽ പലതിനും സമയമില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മൊബൈലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് എല്ലാവർക്കും എന്താണ് ഒരു മനഃശാന്തിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. അപ്പോൾ അതിന് ആധ്യാത്മികത എത്രത്തോളം സഹായിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അങ്ങയുടെ ഈ ഒരു സജഷൻ എന്ന് പറയുന്നത് എല്ലാ വേദികളിലും കേൾക്കുന്നതാണ്. കാരണം ഇന്ന് ആർക്ക് സമയമില്ല എന്ന് നമ്മൾ വരുത്തി തീർക്കുകയാണ്. സമയമില്ല എന്ന് പറയാൻ പറ്റില്ല. ആവശ്യക്കാരനായി മാറണം എന്നുള്ളതാണ്. നമ്മൾ ഏത് കാര്യമാണെച്ചാലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേരെ മറിച്ച് ഒരു ചായക്കടയിൽ പോയാൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചായ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ചായ കുടിച്ച് പോകും. നേരെ മറിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ പോകുകയാണെന്ന് വെച്ചാൽ ചായ ഓർഡർ ചെയ്ത് അവരവിടെ പോയി കൗണ്ടറിൽ പറഞ്ഞ് ഉള്ളിലേക്ക് ഒരു മെസ്സേജ് അയച്ച് എന്നതിന് ശേഷം വരുമ്പോഴേക്കും ഒരു 15 മിനിറ്റ് സമയം എടുക്കും. പക്ഷെ അതുവരെ കാത്തിരിക്കാനുള്ള സമയം നമ്മൾ അവിടെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ചായക്ക് തന്നെ ഇത്രയും അധികം സമയം പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി എത്രയധികം മുന്നോട്ട് പോകേണ്ട കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് എടുക്കാനുള്ള സമയമാണ് നമുക്ക് വേണ്ടത് എന്നാണ്. എന്താ വെച്ചാൽ ഭാഗവത സപ്താഹങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് വ്യക്തികളുടെ യൂട്യൂബുകളിൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ ഇന്നതാവണം ഇന്നതാവരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത്. ചിലപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ നെഗറ്റീവ് മെസ്സേജ് ആയിരിക്കും കൂടുതൽ ശ്രദ്ധയിലേക്ക് വരിക. അപ്പോൾ അതിന് കൂടുതൽ കോൺസെൻട്രേറ്റിംഗ് കൊടുക്കും. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കേരളത്തിൽ നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് നോക്കുന്നത് പല രീതിയിലായിരിക്കും. പക്ഷേ യഥാർത്ഥ ഭക്തിയോടുകൂടി ചെയ്യുന്ന ആൾക്കാരെ ചിലപ്പോൾ അവിടെ കണ്ടു എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് ചായ കുടിക്കുന്ന പോലെ ആയിരിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഈ നമുക്ക് ഓരോ മനുഷ്യനിലും ഉള്ളിൽ ഭക്തി ഉണ്ടാകും. അപ്പം നമുക്ക് ഒരു വിശ്വാസിയാകുമ്പോൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ആകാതെ ജെന്യൂനായിട്ട് നമുക്ക് അതിലേക്ക് നിൽക്കണം. അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് ഒരു ജെന്യൂൻ ഒരു ഭക്തൻ? ജെന്യൂൻ ഭക്തൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ
നമ്മൾ ഒട്ടനവധി ആചാര്യന്മാർ പറയും, ഒരു ആനപ്പാപ്പാൻ ആനയെ മെരുക്കിയെടുത്ത് അതിനെ ചിലപ്പോൾ മരം വലിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിടമ്പേറ്റി ഒരു ശ്രീകോവിലിലെ പൂജയ്ക്ക് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആ തിടമ്പ് തൻ്റെ ശരീരത്തിൽ നിന്നും ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ തിടമ്പെടുത്ത് അവർ ശ്രീകോവിലിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയാലും ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ആനയെ വീണ്ടും ഒന്ന് ആ തിടമ്പ് കൊണ്ടുപോയി ആ ശ്രീകോവിലിരുന്ന ദേവതയെ ഒന്ന് നമസ്കരിക്കാൻ 3 പ്രാവശ്യം ആന ചൂളം വിളിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലൗകിക ജീവിതം. കാരണം ഒരു ആനപ്പാപ്പാൻ നമ്മളെ എങ്ങനെയാണോ ട്രെയിൻ ചെയ്ത് ഇത് കൊണ്ടുവരുന്നത്, ആ ട്രെയിനിങ്ങിലൂടെ അദ്ദേഹം പഠിച്ചു, അല്ലെങ്കിൽ ആ ആന പഠിച്ചു ഞാൻ എങ്ങനെ വണങ്ങണമെന്ന് പഠിച്ചു എന്നാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കൊച്ചു കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ, നടക്കാൻ പ്രായമെത്തുന്ന കുട്ടികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ ചിലപ്പോൾ മുത്തശ്ശിയുടെ കൂടെയോ മുത്തശ്ശൻ്റെ കൂടെയോ ആയിരിക്കും കൈപിടിച്ച് അമ്പലങ്ങളിലേക്ക് പോവുക. അപ്പോൾ ആ മുത്തശ്ശൻ്റെ കൂടെ പ്രദക്ഷിണം ചെയ്യും, തീർത്ഥം വാങ്ങും, അവിടുന്ന് ത്രിമധുരം വാങ്ങും. ഇതെല്ലാം കഴിക്കുന്നത് മുത്തശ്ശനെ പോലെയാണ്. അവസാനം മുത്തശ്ശൻ ആ ശ്രീകോവിലിൻ്റെ നടക്കിൽ വന്ന് നമസ്കരിക്കുന്നതും അത് അനുകരിക്കുന്ന ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞു മനസ്സാണ്. അത് കുറേ കഴിയുമ്പോൾ എങ്ങനെയാണോ ആ ഭക്തി അല്ലെങ്കിൽ ആ ശ്രീകോവിലിൽ നിൽക്കുന്ന സമയത്ത് ആ ദേവത എൻ്റെ ഹൃദയത്തിലേക്ക് എത്തുന്നുവോ ആ സമയത്താണ് ശരിക്കും ഒരു ആധ്യാത്മിക പരിവർത്തനം ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ജീവിതത്തിലേക്ക് ഓരോ അക്ഷരങ്ങളെയും അത് മന്ത്രമായിട്ടും അത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ സുഖപ്രദമാകാനുള്ള ജീവിത ശൈലിയായിട്ടും എത്തിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗായത്രി മന്ത്രം ശരിക്കും എന്താണ്? ഗായത്രി മന്ത്രം ശരിക്കും വിശ്വാമിത്ര മഹർഷിയാണ് നമുക്ക് പകർന്നു തന്നത്. ആ ഗായത്രി മന്ത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നത് നിത്യ ആരാധന, ഉപാസന, അതുപോലെ തന്നെ നമുക്ക് ഈ പ്രകൃതിയെ ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം തുടങ്ങിയ 7 ലോകങ്ങളെയും പ്രദാനം ചെയ്യാനും നമ്മൾ ആ പ്രാണായാമത്തിലൂടെയും മന്ത്രജപത്തിലൂടെയും നമുക്ക് ഈ ഭൂമിയിലകത്ത് സകല ചരാചരങ്ങളെയും നമ്മുടെ ബുദ്ധിയിലൂടെ ആ എല്ലാം പ്രപഞ്ചത്തിലെ സത്യമാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് എന്നുള്ള കർത്തവ്യബോധത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എളുതായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഈ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലയിടത്തും നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം വരാൻ വേണ്ടി പൂജ ചെയ്യണം എന്നൊക്കെ പറയുന്നത്, ഇത് ശരിക്കും എന്താണ്? ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള, ഇപ്പം മാന്ത്രിക വിദ്യ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ 6 സമ്പ്രദായങ്ങളനുസരിച്ച് നമുക്ക് ഗാണപത്യവും ശൈവവും ശാക്തേയവും വൈഷ്ണവും സ്കന്ധവുമായിട്ടുള്ള 6 സമ്പ്രദായങ്ങളെ ചിട്ടപ്പെടുത്തിയെടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ശിവനെ നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എളുപ്പമായുള്ള വഴിയിൽ ചെല്ലുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മളൊക്കെ എളുപ്പത്തിൽ പറയുന്ന ശുക്രദശ വന്ന് എത്തുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ആളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ലൊരു പൂജ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് അത് നന്നായി കിട്ടി, അല്ലെങ്കിൽ നല്ല സമ്പത്ത് കിട്ടി, നമ്മുടെ ജീവിതത്തിൽ അതിനൊരു ഐശ്വര്യം പകരാൻ അല്ലെങ്കിൽ ഒരു സമാധാനം പകരാൻ സാധിച്ചുവെങ്കിൽ അപ്പം നമ്മൾ ചെയ്ത അന്നത്തെ പൂജയായിരിക്കും ചിലപ്പോൾ പ്രദാനം ചെയ്യുക. അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പം ഈ കുട്ടികൾ ചെറുതിലേ ഈ ഭക്തിയിലോട്ട് വരുന്നു. ഇപ്പോൾ യങ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടെ ആഷ് ബുഷ് ലൈഫിലാണ് അവർ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല, ഈ കാലഘട്ടത്തിൻ്റെ ഇതായിരിക്കാം ഒരു സർട്ടൻ പീരീഡിൽ. പക്ഷേ ഈ പറയും പോലെ തന്നെ ഒരു ഏജ് കഴിയുമ്പോഴേക്കും വിശ്വാസത്തിലേക്ക് വരുന്നു. അത് എങ്ങനെയാണ്? അതായത് പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ യാഗങ്ങൾക്ക് എത്ര പശുവിനെ ഹോമിച്ചു എന്നാണ് നോക്കുക, അല്ലെങ്കിൽ എത്ര പശുക്കളെ ദാനം ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ കിട്ടുന്നത്. ആ സമയത്താണ് നമുക്ക് കഠോപനിഷത്തിനെ ഓർമ്മ വരുമ്പോൾ നചികേതസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്, ഈ പശുക്കളെല്ലാം അങ്ങ് ഇത്രയും ദാനം ചെയ്യുന്നു, ഒരു യജ്ഞം നടന്നുകൊണ്ട്, ഒരു യാഗം നടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാത്തിനെയും ദാനം ചെയ്യുന്ന ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുഞ്ഞു ചോദിക്കുന്ന ആ ചോദ്യം ഇന്നും നമുക്ക് പ്രസക്തമാണ്. കാരണം അക്ഷർധാമിൽ പോയാൽ
അവിടെ നമുക്ക് കഠോപനിഷത്ത് വായിച്ച് പഠിക്കണമെന്നില്ല. അവിടെ വാട്ടർ തീമിലൂടെ നമുക്ക് ആ കഥയെ കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ആദ്യം കാണുവാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുക, വായിക്കാൻ ശ്രമിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങയുടെ ചാനലാണെച്ചാലും ഏറ്റവും കൂടുതൽ കാണുവാനും കേൾക്കുവാനാണ് അവരെല്ലാവരും തയ്യാറാവുന്നത്. നേരെ മറിച്ച് ഇതൊരു പുസ്തക രൂപത്തിൽ വായിക്കാൻ കൊടുത്താൽ ചിലപ്പോൾ വായിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ അതിനോടുള്ള ആസക്തി അവർക്ക് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികളെ എടുത്തു കൊണ്ടുവന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ എളുപ്പമാർഗ്ഗം നമുക്ക് പറയാം. ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിലൊരു യന്ത്രമനുഷ്യനെ നമുക്ക് കാണിച്ചു തരണ്ടായി. അപ്പോൾ നമ്മുടെ അതിലെ കഥാപാത്രം ആ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ ക്ഷേത്രത്തിലേക്ക് നയിക്കുമ്പോൾ അവിടെ ഒരു ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം, യത്തദ് വിഭൂതി മത് സത്യം എന്നുള്ള ആ 41-ാമത്തെ ശ്ലോകം എടുത്ത് നോക്കുമ്പോൾ ആ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ ചിലപ്പോൾ കുട്ടികൾ അംഗീകരിച്ചു എന്ന് വരും. ആ കുട്ടി അതുമായിട്ട് അട്രാക്ഷൻ ആവുകയാണ്. ഇന്ന് ഏത് കുട്ടികളോടും നമ്മൾ ചോദിച്ചാൽ സ്പൈഡർമാൻ ആവണം, ഹീമാൻ ആവണം എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അവർ കാണുന്ന ചാനലിലൂടെ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ടാബിലൂടെ അമ്മമാർ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഹനുമാനെ നമ്മൾ കണ്ടു വളർന്നു, അല്ലെങ്കിൽ ഹനുമാൻ പാറ തൂക്കി കൊണ്ടുപോകുന്നത് കണ്ടു, വായുവിലൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അത് കാണുന്നില്ല. ഹീമാനെയും സ്പൈഡർമാനെയും ആകർഷിക്കുമ്പോൾ അവർ എന്ത് തന്നെയാണെച്ചാലും അതാവാനാണ് ആഗ്രഹം. അപ്പം ലൗകിക ജീവിതത്തിൽ അമ്മയും പറഞ്ഞു കൊടുക്കുന്നത് എന്താ അറിയോ, നന്നായി പഠിക്കണം എന്നാണ്, നല്ല മാർക്ക് വാങ്ങണം എന്നാണ്, എന്നിട്ടോ നല്ല ജോലി സമ്പാദിക്കണം. അപ്പോൾ ഏതാണ് നല്ല ജോലി എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല, ഏതാണ് ധർമ്മം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. നല്ല ജോലി സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ, നല്ല സമ്പാദ്യമാണ്. നല്ല സമ്പാദ്യം ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമ്മൾ എന്താ പറയുക, കുടുംബത്തെ സംരക്ഷിക്കണം, നോക്കണം എന്നാണ്. കുടുംബത്തിൽ ഏറ്റവും പ്രധാനം എന്താ, അച്ഛനും അമ്മയും. ഇത് പറഞ്ഞു കൊടുക്കുന്ന കുട്ടി സമ്പാദ്യം വന്നപ്പോൾ സ്വതന്ത്രനായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. കുടുംബ പ്രാരാബ്ദങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഇതെല്ലാം എൻ്റെ കുടുംബമാണെന്നും, ഗൃഹസ്ഥ സമ്പ്രദായം അനുസരിച്ച് ബ്രഹ്മചാരിയെയും നോക്കണം, സന്യാസിയെയും നോക്കണം, അടുത്തുള്ള ക്ഷേത്രത്തെയും നോക്കണം, വരുന്ന ഭിക്ഷക്കാരന് വരെ ഭിക്ഷ കൊടുക്കേണ്ട ആ ധർമ്മത്തെ സ്വധർമ്മമായി എടുത്തു എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയില്ല. ഞാൻ സ്വതന്ത്രമാവുന്നത് സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്വതന്ത്രനായി. അപ്പോൾ അവർ വിട്ടുപോയി ആധ്യാത്മികതയിൽ നിന്നും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരണം. അതാണ് വരുന്നത്. അതാണ് പല അമ്മമാരും പറയാറുണ്ട് മക്കളോട്, പെൺമക്കളോട്, നാളെ നീയും ഒരമ്മയാവുമ്പോഴാണ് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് നീ മനസ്സിലാക്കുക. അച്ഛനും അത് തന്നെയാണ് പറയാ. അച്ഛൻ പറയാറില്ല, പക്ഷെ മൗനം കൊണ്ട് നമ്മൾ ഭുജിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അച്ഛൻ പറയാറില്ല ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് നീ അനുഭവിക്കണമെന്ന് ഒരിക്കലും മകനോട് പറയാറില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഒരു 40-50 വയസ്സാവുമ്പോഴാണ് അച്ഛനാവും ചിലപ്പോൾ കുടുംബ പ്രാരബ്ധം മുഴുക്കെ തൻ്റെ തലയിൽ വരും. ലോണ് മുതൽ എല്ലാ കാര്യങ്ങളും വരുമ്പോഴാണ് എനിക്ക് ആശ്രയം ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, മുമ്പും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കുമോ? അപ്പോൾ അതായത് അന്നത്തെയും യങ് ജനറേഷന് ഒരു പക്ഷേ ഇതുപോലെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിലൂടെ പോയിട്ട് പിന്നീട് ഒരു പ്രായം കഴിച്ചിട്ട് വീണ്ടും ഭക്തിയിലോട്ട് വരിക, അങ്ങനെ ആയിരുന്നോ? തീർച്ചയായിട്ടും. നമുക്ക് രാമായണം എടുത്തു നോക്കിയാൽ രാവണനെ നമുക്കറിയാം, ശ്രീരാമനെ അറിയാം. അതേപോലെ തന്നെ സീതയെ നമുക്കറിയാൻ സാധിക്കും, ഊർമിളയെ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇത് തന്നെ നമുക്ക് മറ്റു പുരാണങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ, ഭാഗവതത്തിൽ എടുത്തു കഴിഞ്ഞാൽ, പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശത്തിൽ പരീക്ഷത്ത് ചോദിക്കുന്നു, ഏതാണ് ഞാൻ നല്ലത് എടുക്കേണ്ടത്, ഏതാണ് എൻ്റെ ധർമ്മം ഞാൻ ചെയ്യേണ്ടത്, ഏതാണ് അധാർമികമായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇന്നതാവണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നതാവരുത് എന്ന് പറഞ്ഞ് പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ വ്യക്തികളെയും കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാഗവതത്തിൽ ആദ്യം തന്നെ കുന്തി പറയുന്ന ദുഃഖത്തെ നമുക്ക് കാണുന്ന സമയത്ത്, എൻ്റെ മക്കൾ 5 പേരും ധർമ്മം പരിപാലിച്ചിരുന്നു, എന്നിട്ടും മറ്റുള്ളവർ, അതായത് അധാർമികളാണെന്ന് പറയുന്ന നമ്മുടെ കൗരവപക്ഷം, അവർക്ക് വിഷം കൊടുത്തു, ഭീമന് വിഷമം കൊടുത്ത് വെള്ളത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ കെട്ടിയ ഒരു രാജകൊട്ടാരം തീ വെച്ച് നശിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും അതിൽ നിന്നും സംരക്ഷണം കൊടുത്ത്, അല്ലയോ ഭഗവാൻ നീ തിരിച്ചു കൊണ്ടുവന്നു, അതുകൊണ്ട് എനിക്ക് ഈ ദുഃഖങ്ങൾ എത്ര തന്നാലും നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറയുന്ന
കുന്തിദേവിയുടെ സ്മരണ നമുക്ക് ഓർക്കേണ്ട കാലഘട്ടത്തിലാണ്. കാരണം കുന്തിദേവി ഒരു വരത്തെ സ്വീകരിച്ചത് യൗവനത്തിലാണ്, അതിനെ പരീക്ഷിച്ചതും യൗവനത്തിലാണ്. അതിൻ്റെ ദുർചിന്തകളും ദുർസ്വഭാവങ്ങളും തന്നിലേക്ക് വരുന്നത് ഒരു കാലഘട്ടത്തിന് ശേഷമാണ്. അതായത് കർണൻ തിരിച്ച് കാണുന്ന സമയത്താണ് തൻ്റെ മകനാണ് അന്ന് ഒഴുക്കിലേക്ക് പോയ, അല്ലെങ്കിൽ നദിയിലേക്ക് ഒഴുക്കിവിട്ട മകനാണ് എന്ന് പറയുന്നത്. അപ്പോൾ യൗവനത്തിൽ നമ്മൾ ധാർമ്മികമായി നടക്കുകയാണെങ്കിൽ അത് കാലക്രമേണ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതേ ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നു, ഭീഷ്മർ തൻ്റെ ശരശയ്യയിൽ കിടക്കുമ്പോഴാണ് ഭഗവാനെ തിരിച്ചറിയുന്ന ആ ഭീഷ്മർ പോലും വിഷ്ണു സഹസ്രനാമം നമുക്ക് തരുന്നത് ശരശയ്യയിൽ കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്രതം തൻ്റെ രാജ്യത്തിലെ ഇത്രയും അധികം അധാർമികമായ ശക്തികളെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചു. നേരെ മറിച്ച് ആ വ്രതത്തെ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ, ഭഗവാൻ കൃഷ്ണൻ കൃത്യമായി പറയുന്നുണ്ട്, ഹേ പടുകളവ, ഞാൻ ഇപ്പോൾ നിന്നെ വധിക്കുമെന്ന് യുദ്ധക്കളത്തിൽ ഒരു ചക്രവും ഏന്തിയിട്ട് ഭീഷ്മരെ വധിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്താണ് അർജുനൻ കാല് പിടിച്ച് പറയുന്നത്, അങ്ങ് പറഞ്ഞ ആ വാക്ക് പരിപാലിക്കാതിരിക്കരുത്, അതുകൊണ്ട് അങ്ങ് ആയുധം അല്ലെങ്കിൽ ആ ചക്രം നിലത്ത് വെക്കണം, ഞാൻ തന്നെ വധിച്ചോളാം എന്ന് പറയുന്നത്. അപ്പം ചില സമയത്തായിരിക്കും നമ്മുടെ വാക്കുകൾ, നമ്മുടെ ധർമ്മമെല്ലാം ചിലപ്പോൾ ബാക്കിയുള്ളവർ മുതലെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം ചെറുപ്പം തന്നെയാണ്. അതുകൊണ്ടാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞത്. ഇതിപ്പം കേൾക്കുന്നവർക്ക്, ഇത് കാണുന്നവർക്ക് ഒരുപാട് യങ് ജനറേഷൻസ് ഉണ്ട്. അവർക്ക് എന്താണ് ഈ കാലഘട്ടത്തിൽ കൊടുക്കാനുള്ള ഒരു ഉപദേശമെന്നല്ല, ഒരു മോട്ടിവേഷൻ എന്താണ്? ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ് മോട്ടിവേഷൻ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവാം, അത് പറഞ്ഞു പരത്താതിരിക്കാനും അത് ബാക്കിയുള്ളവർക്ക് ആ തെറ്റായ വീക്ഷണത്തോടുകൂടി പകർന്നു കൊടുക്കാൻ സാധിക്കാതിരുന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ അത് നശിച്ചു പോകും. നേരെ മറിച്ച് സത്കർമ്മങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ അത് എത്രയധികം പ്രവചനം നടത്തി നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ അത്രയും അധികം കൊടുക്കാൻ സാധിക്കും. കാരണം ഒരു തത്തയെ എടുത്തു കഴിഞ്ഞാൽ ആ തത്തയെ ദിവസേന നമ്മൾ നാമജപം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ തത്ത നമുക്ക് നാമജപത്തെ തിരിച്ചു തരും, അല്ലേ? അത് പരിശീലനം കൊണ്ട് കിട്ടുന്നതാണ്. പക്ഷെ അതേ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ, അതാണ് 6 സ്വഭാവങ്ങളെ നമുക്ക് പ്രദാനം ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബുദ്ധി എന്ന് പറയുന്ന പ്രകാശം, അങ്ങ് ചോദിച്ച ഗായത്രി മന്ത്രത്തിലൂടെ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ എന്ന് നമ്മൾ നിത്യേന ചൊല്ലുന്നതിലൂടെ ആ ബുദ്ധിക്കകത്ത് കിട്ടുന്ന അനുഭൂതി, ആ അനുഭൂതിയാണ് നമുക്ക് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളത്. കാരണം ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ആനയുടെ കഥ പറഞ്ഞതുപോലെ ആനയെ പരിശീലിച്ചപ്പോൾ ഇന്ന് നമുക്ക് ഗുരുവായൂർ പത്മനാഭൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ഇന്നും എല്ലാ വർഷവും ആ ഗുരുവായൂരപ്പൻ്റെ പത്മനാഭനെ നമുക്ക് വാർഷികമായിട്ട് ആഘോഷിക്കുന്ന കാണാം. അത്രയും വർഷം തടമ്പേന്തിയത് കൊണ്ട്. അപ്പോൾ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആധ്യാത്മിക വീക്ഷണവും ലൗകിക ജീവിതത്തിൽ നമുക്ക് വേണ്ട ധാർമ്മികമായ സമ്പത്തും മൂല്യവും നമുക്കുണ്ടാവണം. അതിനുള്ള ഒരു പ്രചോദനമായിരിക്കണം സത്സംഗങ്ങൾ. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃത്യമായി പറയുന്നു. 17-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം, സദ്ഭാവേ സാധുഭാവേ ച സദ്യുത്യേത വിധീയതേ പ്രശസ്തേ കർമ്മണി തഥ. അപ്പോൾ സത്സംഗത്തിലൂടെ സദ്ഭാവത്തിലൂടെ നമുക്ക് പ്രശസ്തമായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. അതേ ഭഗവാൻ തന്നെ പറഞ്ഞു 3-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ, നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിന് ഫലം ഇച്ഛിക്കാതെ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും കർമ്മത്തിന് അധികാരിയായിരിക്കാൻ നമ്മളോട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ കർമ്മത്തിൻ്റെ അധികാരിയായി ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം ആര് തരും? ഭഗവാൻ തരും എന്നുള്ള വീക്ഷണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു മാസം സാലറി കിട്ടിയില്ലെങ്കിലും ഭഗവാൻ എത്തിച്ചോളും ഏതെങ്കിലും വഴിക്ക്, അല്ലേ? ഇന്ന് ദുബായ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി അടിക്കുന്നത് മലയാളീസിനാണെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അവർ അത്രയും അധികം കഷ്ടപ്പാട് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള പൂർവ്വജന്മ സുഹൃതമാണ് അവർക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം എന്നേ നമുക്ക് പറയാം. ഒരുപാട് സന്തോഷം കുറേ സമയം നമുക്ക് തന്നതിൽ.
വീണ്ടും നമുക്ക് ഇതുപോലുള്ള വാക്കുകളുമായിട്ട് അങ്ങയുടെ ചിന്തകളുമായിട്ട് കൂടാം. നന്ദി. വളരെ സന്തോഷം വീണ്ടും എന്നെ ക്ഷണിച്ചതിനും ഈ ഒരു പ്രചോദനം നമുക്ക് തരുന്നത്. കാരണം അമ്മ ചാനലിലൂടെ എനിക്കും ഈ ഒരു ചാനലിനെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനുള്ള പ്രശംസ കിട്ടുന്നതും അങ്ങയുടെ വാക്കുകളിലൂടെയാണ്. വളരെയധികം സന്തോഷം.